ഇതില് വെച്ചോ അജു ഈ നെയ്യിന്റെ സ്മെല്ലില്ലേ ഭയങ്കര രസവും. ഹിന്ദി എന്ന് പറഞ്ഞ സാധനം അറിയില്ല. ഹിന്ദിമാവലു എന്ന് പറയുന്നുള്ള ഇത് മാത്രം എനിക്ക് അറിയില്ല. നമുക്ക് അടുത്തൊരു പാചകം ചെയ്തിട്ട് പോകണല്ലോ എന്ന് പറഞ്ഞു. അടുത്ത പഴം അല്ല പഴം അടുത്ത പാചകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു പാചകമാണ്. എന്തിന്റെ പേര്? അത് നേന്ത്രപ്പഴം കൊണ്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന നൂൽപുട്ട്, ഇടിയപ്പം പോലെ. ആ നേന്ത്രപ്പഴം കൊണ്ടുള്ളൊരു ഇടിയപ്പമാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ 2 നേന്ത്രപ്പഴം നമ്മുടെ അടുത്തുണ്ട്. ഇതിൻ്റെ 2 തലയും നടുമുറിക്കണം കേട്ടോ. നമ്മുടെ ഇഡ്ഡലി ചെമ്പിൻ്റെ ഇതിൽ പുഴുങ്ങാനായിട്ടുണ്ട് കേട്ടോ. ഇത് വെള്ളം വയ്ക്കാം ആദ്യം അല്ലേ? ഒരു മിനിറ്റ് കേട്ടോ, ഒരു സെക്കൻഡ്. വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം അല്ലേ? പഴം പുഴുങ്ങാനായിട്ടേ നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. ഇത്രയ്ക്കധികം വെള്ളം വേണം. വെള്ളം ഉണ്ടായിട്ടെ. ഇനി നമ്മുടെ ഈ പഴയിലേക്ക് മുറിച്ച് ചേർക്കണം. ശരിക്കും സെൻറ്റർ മുറിച്ചാൽ മതി. സെൻറ്റർ മുറിച്ച് വെച്ചാൽ മതി. വെള്ളം തിളച്ചിട്ട് വെച്ചാൽ മതി. കുറച്ച് മതി ഇട്ടാ പൊടി കണ്ടമാനം എടുത്താ. ഇങ്ങനെ പഴം ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൽ വെച്ചിട്ട് പഴം പുഴുങ്ങണം. അടച്ചു വെച്ച് പഴം പുഴുങ്ങണം. ഇനി ഇതിന് വേണ്ടത് കുറച്ച് നെയ്യ് വേണം, പിന്നെ കുറച്ച് അരിപ്പൊടി. അരിപ്പൊടി ഇത്രയൊന്നും വേണ്ട, ഇത്രയൊന്നും വേണ്ട. കഴുകട്ടെ. ചെറിയ പീസുകൾ അങ്ങനത്തെ പീസുകളാക്കി വയ്ക്കുക. ഇതിൽ നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കുക, 2 4 എത്ര ഉണ്ടാക്കണം? എത്ര ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ചിലവാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലേ? നമ്മുടെ പഴം നോക്കി വെക്കാം. ഉണ്ട്. ഭയങ്കര ചൂടശോ. ഇതിനോട് എടുക്കണ്ടേ പഴത്തിനെ? ബൗളിലേക്ക് ഇട്ടോ. ഇത് കുഴക്കണ്ടല്ലേ? അല്ല തോല് പൊളിക്കണ്ടേ? ചൂട് 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 തോല് പൊളിക്കല്ലേ? തോല് പൊളിച്ചിട്ട് മിക്സിയിൽ അടിക്കാം. ചൂടുന്ന ചൂട് പറഞ്ഞിട്ട് അടിക്കണം. കാറ്റ് തോല് പൊളിച്ച് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം തോല് പൊളിച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ കത്തി കൊണ്ട് കട്ട് ചെയ്ത് അപ്പോൾ ശരിക്കും പെട്ടെന്ന് ചൂടാറും. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് മതി എടുത്താൽ മതി. വെറുതെ ഈ ചൂടിൻ്റെ ഇത് വേണ്ട. ശരിക്കും ഇത് കളയണ്ട നമുക്ക്. അതെ, ഈ സാധാരണ ഈ നൂലില്ലേ, ഈ നൂല് കളയും. അത് കളയണം. കളയണപ്പോൾ ചൂടാറിയിട്ട് മതി. ഞാൻ കളയും. ഞാനിപ്പോൾ ഈ മറ്റേ ഇതിൽ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് അത് പോണം. അതിപ്പോൾ ഇതൊരു പുളിപ്പൂരിനത്. അതെ, നമ്മുടെ ഈ പഴം മിക്സിയിലേക്ക് ഇടുന്നു കേട്ടോ. എന്നിട്ട് മിക്സിയിൽ അടിച്ചു കൊണ്ടുവന്നാൽ മതി. വെള്ളമൊന്നും ഒഴിക്കാണ്ട് മിക്സിയിൽ അടിച്ചു കൊണ്ടുവരാം കേട്ടോ. അടിച്ചു കൊണ്ടുവരാം. മിക്സിയിൽ ഇത് അടിച്ചു. ഇതിലൊഴിക്കണം. ഇതിലേക്ക് ഇടണല്ലേ? ഇത് ഈ പാളം കുടമ്പഴം കൊണ്ട് ചെയ്യുമല്ലോ. ഇതിലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക, നേന്ത്രപ്പഴത്തിൻ്റെ. ഇതിട്ടിട്ട് പിന്നെ അരിപ്പൊടി ഇടണം. വറുത്ത അരിപ്പൊടി ഇട്ടാ. അരിപ്പൊടി ഉപ്പ് ഇടണം. ഇതിൽ പഞ്ചസാര അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കില്ലേ? പഞ്ചസാര വേണ്ട. ഒരു നുള്ളു ഉപ്പ് ഇടുന്നില്ലേ? ജസ്റ്റ് ഒരു നുള്ളു ഉപ്പ്. ഇനി നമ്മളതിൽ മറ്റേ ഇതിലേക്ക് ആക്കാൻ പാകത്തിന് മിക്സ് ആക്കണം. മിക്സ് ചെയ്യുന്നു. ചൂടുണ്ടാവും ചിലപ്പോൾ മിക്സി അടിച്ചതിൻ്റെ. തിരുമ്മി ഉരുളിയാക്കണം അല്ലേ? നമ്മുടെ ഇതുണ്ടല്ലോ, പുട്ടുണ്ടാക്കണായിരിക്കും കറക്റ്റായിരിക്കണത്. ഇടിയപ്പത്തിൻ്റെ ഒരു മിക്സിങ് കറക്റ്റാവണം. ഇനി ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡ്രൈ പരിവാവണം. ഇതിലേക്ക് വരാവുന്ന രീതിയിൽ മിക്സ് ചെയ്തോ. അതില്ലെങ്കിൽ ഒരു സ്വല്പം ചൂടുവെള്ളം ഒഴിക്കാം. ചൂടുവെള്ളം ഒഴിച്ചോ. ചൂടുവെള്ളം ഞാൻ സ്വല്പം തിളപ്പിച്ചുകൊണ്ടുവരാം വേഗം തന്നെ. തിളച്ച വെള്ളം കൊണ്ടുവന്നിട്ടാ. തിളച്ച വെള്ളം വിനു ഒരു സ്വല്പം ഒഴിച്ചൂടാ. കുറച്ചൊഴിച്ചാൽ മതി. നമ്മൾ വല്ലാണ്ട് വേണ്ട. അതിനനുസരിച്ചിട്ടാണ് ചെയ്യുക. ഭയങ്കര സ്ട്രോങ് ആയ നിനക്ക് ശക്തിയില്ല. അതങ്ങനെയാ വരും. കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്ക്. കുറച്ചൊന്ന് ഒഴിച്ച് നമുക്ക് ആ ഒരു നൂൽപുട്ട് വരുന്ന ഒരു ഇതില്ലേ, ആ പരിപാടി. പിന്നെ ഇതല്ല, പരീക്ഷണങ്ങൾ കുറെ നടത്തുക നമുക്ക്. അതേപോലെ തന്നെ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കണ പല വെറൈറ്റി ഉണ്ടാക്കും. ഇഷ്ടംപോലെ ഉപ്പുമാവുണ്ട്.
ഇടയ്ക്ക് വീട്ടിലുണ്ടാക്കും. പിന്നെ അതേപോലെ ഇത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇതിന്റെ ടേസ്റ്റ് വരുന്ന 2-3 സാധനങ്ങൾ ഇതിൽ വരും. 2-3 ഇപ്പൊ തന്നെ ടേസ്റ്റ് അതിൻ്റെ അത്. എന്നിട്ടാണോ ഈ രഹസ്യ കൂട്ട്? ആ ഒരു പരിവം വന്നാ ശരിയായില്ലേ? ഇനി അതിൽ നിറച്ചോ പെട്ടയുടെ ആളിച്ചിരിക്കുക. പ്ലേറ്റ് ഇനി ഒരു പ്ലേറ്റ് എടുത്തോളൂ അല്ലേ? നീ കൊണ്ടുവരാണെങ്കിൽ അവരോട് വേണം എനിക്ക് കൊണ്ടുവരാം. ഇതൊന്നും തിരിക്കുന്നത് കണ്ടിട്ട് ചെയ്യാൻ വെച്ചിട്ടാ. തിരിക്കും മുന്നേ കൊണ്ടുവരണം. എനിക്കിടും മുന്നേ വേണം. അടുത്തേക്ക് തിരിക്കാൻ വേണമല്ലോ അല്ലേ? അല്ലല്ല ഇപ്പൊ വേണം. ഒന്നുമില്ല ഇഷ്ട വെറുതെ എന്തുട്ടോ ചെയ്യേണ്ടത്. എറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമില്ല നിക്കണേ. അടുത്ത ഫ്ലൈറ്റ് ആ ഒരു സ്വല്പം നെയ്യ് നമ്മൾ ഈ പ്ലേറ്റിൽ ഇതിങ്ങനെ ജസ്റ്റ് ഒഴിക്കണു. ഇത് കഴിഞ്ഞിട്ട് ഒരു പ്ലേറ്റ് ഒഴിച്ചു നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ഈ പ്യാസിൽ മുക്കണു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ പരട്ടണു. നെയ്യിൽ മുക്കിയിട്ട് ഇങ്ങനെ പറ്റണം. വെയില് കുഴപ്പമില്ല. പ്യാസിന്റെ ഒരു ഇത് വരും. ഞാൻ തിരുമ്പണ പ്യാസ് നെയ്യിന്റെ ഒരു ഫ്ലേവർ വരും. മതി ആ മതി. നിർത്തു. ഇതിൽ വെച്ചോ അജു. അതൊരെണ്ണം അതിൽ വെക്കി. സെറ്റായി. ഇനി അതിലെടുത്ത് വെക്കി. ഇതാ നമ്മുടെ ഫസ്റ്റത്തെ വിനുവിന്റെ സാധനം വെക്കണം. നൂൽപുട്ട് അടുത്തെടുത്ത് വെക്കാൻ പോണോ? അങ്ങോട്ട് വെച്ചോ. ഇതാട്ടാ അവിടെ വെച്ചോ. രണ്ടാമത്തത് എടുത്ത് വെക്കണം. ഇത് നമ്മളെ ദോശ ഉണ്ടാക്കില്ലേ? ദോശ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് വെളിച്ചെണ്ണയിൽ മുക്കുക. എന്നിട്ട് ഇങ്ങനെ പരട്ടുക. ആ തുണി കൊണ്ടൊന്ന് പരട്ടുണ്ടാക്കാൻ നല്ലതാ. ഇത് ഇങ്ങനത്തെ ഒരു പരട്ടല്. സബോള ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. എടുത്ത് വെക്കല്ലേ? എടുത്ത് വെക്ക്. 3 വെച്ചു നമ്മള്. ഈ പ്യാസ് ഭയങ്കര പവറാ. മൂന്നാമത്തെ സോറി ഗ്യാസ് അല്ല പ്യാസ് ഹിന്ദിയില്. അടച്ചോ. അല്ല ഇത് ഹിന്ദിയില് പ്യാസ് എന്നാ പറയാ. നമ്മൾ കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാ. അവിടെ തുണിയൊന്നും ഉപയോഗിക്കില്ല. അതൊരു വൃത്തികേടല്ലേ? അപ്പം നമ്മൾ ഈ ഉള്ളി കൊണ്ട് ഇങ്ങനെ ദോശ ചുടുമ്പോൾ ആ പരട്ടുക, വെളിച്ചെണ്ണയിൽ മുക്കിയിട്ട് ഇത് പരട്ടുക. അപ്പോൾ ആ ചൂടോട് കൂടിയിട്ട് ഇത് ഒരു ഇതാവും. ഒരു ഇത് ചെയ്ത് നോക്കൂ, ഫ്ലേവർ വരും. ഇപ്പോൾ ഒരു ബെസ്റ്റ് ഒരു ടിപ്പ് കിട്ടിയില്ലേ? അതന്നെ തിരുമ്പിക്കോ നല്ല. ഉള്ളി ഇങ്ങനെ ഒരു പീസ് ഇങ്ങനെ എടുത്തിട്ട് അത് അടിയിൽ വെച്ചിട്ട് അതുമ്മലാവും ഇതിങ്ങനെ ആക്കാന്നാണ് ഞാൻ വിചാരിച്ചേട്ടാ. ഇനി ടിപ്പുകൾ എത്ര ഇരിക്കണ് കിച്ചണില്? അയ്യോ ഇത് ഒരെണ്ണം കൂടി വെച്ചിട്ടുണ്ടാക്കാം കേട്ടോ. ഈ നെയ്യിന്റെ സ്മെല്ലില്ലേ ഭയങ്കര രസവും എന്ന് വിചാരിക്കണ്. അല്ല അത് കഴിച്ചു നോക്കിയാലേ അത് ഭയങ്കര നോക്കി നോക്കി. നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ ഉണ്ടാക്കണതാ. ഇവിടെ അല്ല ഗൾഫിൽ ഇതത്ത് കഴിക്കണ ഇടയ്ക്കിടയ്ക്ക്. അതല്ല നമ്മൾ ഉണ്ടാക്കണത്. ടൈറ്റ് കൂടി എന്റെ കൈ തിരിപ്പിക്കണ്ട. കൈ പ്രശ്നം ഉണ്ടെങ്കിൽ ചെയ്യണ്ട. പ്യാസ് ऐसा थोड़ा थोड़ा डालना ठीक है ना. ഹിന്ദി എന്ന് പറഞ്ഞ സാധനം അറിയില്ല. ഹിന്ദി മാവലു എന്ന് പറയുന്നില്ല. ഇത് മാത്രം എനിക്കറിയില്ല. മതി അതിൻ്റെ എന്തുണ്ടാ നോക്കാം. കുറച്ചുകൂടി ഉണ്ട്, സ്വല്പം ഉണ്ട്, ഒട്ടുണ്ട്. എന്താ ടേസ്റ്റ്? അതിലിടുമ്പോഴേക്കും പറയാം എന്താ ടേസ്റ്റ്. സ്ഥിരമായിട്ട് തിന്നുള്ള പരിചയത്തിലാണ് പറയണത്. ഞാൻ വെറുതെ പറയല. നമ്മൾ അത്രയും പരീക്ഷിച്ച് ഇത് 10-24 വർഷമായിട്ട് പട്ടക്കണത്. അത് 1-2 ദിവസമല്ല, ബെഡ് തന്നെയാണ്. വൈകുന്നേരം കാലത്ത് ഉച്ചയ്ക്ക് രാവിലെ എനിക്ക് ഈ ഉള്ളി കട്ടിയ 4 ദോശ ചമ്മന്തി, ഒരു ചമ്മന്തി ഉണ്ടാക്കിയാണ് ചേട്ടാ. 5 മിനിറ്റ് വേണ്ടാവും.
ഉള്ളി കൊണ്ട് എന്തൊക്കെ ചേർക്കാം? ഉള്ളി, മുളക്, പുളി, സവാള ടക്കടക്കിങ്ങനെ കട്ട് ചെയ്യുക, കുറച്ച് ഉപ്പിടുക, കുറച്ച് മുളക് പൊടി ഇടുക. കഞ്ഞിയിലേക്ക് സൂപ്പറാ. അതേപോലെ എല്ലാ സാധനങ്ങളും പെട്ടെന്ന് ഉണ്ടാക്കാം. ചെറുപയർ ജസ്റ്റ് നമ്മളത് തലേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം മുന്നേ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ മുളയ്ക്കും. ആ മുളച്ചിട്ട് ഉണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റാ. ജസ്റ്റ് നാളികേരം ചെറുക്കിയിട്ടിട്ട് ജസ്റ്റ് പഞ്ചസാര കുറച്ചിട്ടിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളി. ഇട്ട് കഴിഞ്ഞാല് ടേസ്റ്റ് കൂട്ടണമെങ്കിൽ വെച്ചല്ലേ നോക്കിയിട്ട് കിട്ടാ. വേറെ പ്ലേറ്റിലേക്ക് വെക്ക്. അല്ല അതിൽ തന്നെ ഇരുന്ന് കഴിക്കണം. ഇലയിൽ നമുക്ക് കഴിക്കാം. ഇങ്ങനെ തന്നെ കഴിക്കാം നമുക്ക്. ഇനി ഇതിൽ നമുക്ക് ശരിക്കും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മേലെ നമ്മളിപ്പോൾ ഇത് വെച്ചില്ലേ, അണ്ടിപ്പരിപ്പ് ജസ്റ്റ് ഇതാക്കില്ലേ, വറുത്തിട്ട് മിക്സിയിലടിച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക. എന്നിട്ട് ഇതിലിങ്ങനെ ഇടുക. ജസ്റ്റ് അത് കടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആവും. വേണമെങ്കിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ടേസ്റ്റ് മാറുന്നു. ഇതിപ്പോ ഇങ്ങനെ ഇരിക്കാണപ്പോ ഒരു കൊതിയാവല് തന്നിട്ടാ. എങ്ങനെയുണ്ട്? ഞാൻ നൂലപ്പം എനിക്ക് ഇഷ്ടമില്ലാതാ. പക്ഷെ ഇത് ഇഷ്ടാവും. അല്ല, ഇത് ഇഷ്ടാവാൻ കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഈ കൂട്ടില്ലേ, അത് നമ്മൾ ആ ഉള്ളി എവിടെ, ഉള്ളി കാണാൻ ഉള്ളി മിസ്സാക്കല്ലേ, നല്ലപോലെ തേക്കിയത്. അതിന്റെ ഫ്ലേവറാണ് ശരിക്കും നമ്മളെ പിടിച്ചിരുത്തുക. അതിന്റെ ഞാനൊരു നൂലപ്പം തിന്നാൻ പോവാണ് കേട്ടാ. ഇത് പറഞ്ഞു തോറ്റു. നിങ്ങൾ കടന്നു കഴിക്കി. ഇതിപ്പോ നമ്മള് പഴം കൊണ്ടുള്ള നൂലപ്പം എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്, പക്ഷെ ഞാൻ കഴിക്കാണ്. ഇനി മുതൽ നൂലപ്പം മാത്രമേ കഴിക്കുള്ളൂ. ഒന്നും വേണ്ട, വെറുതെ തിന്നാം. കഴിക്ക്. സരിത കഴിച്ച ജയന്തി കഴിച്ചു. ആള് പിന്നെ കുഴപ്പമില്ല. വെറുതെ തിന്നാം, ഒന്നും വേണ്ട. നാളികേരം പാല് വേണ്ട, കൂട്ടാൻ വേണ്ട, മുട്ടക്കറി വേണ്ട, ഒരു ചുക്കും വേണ്ട. കട്ടൻ ചായ. പിന്നെ അതല്ല, ഇതിൽ പഞ്ചസാര ഐറ്റംസുകളൊന്നും ചേർക്കാത്ത കാരണം നമുക്ക് ശരീരത്തിന് കുഴപ്പമില്ല. ആവിയിലാണ് വേവിക്കുന്നത്. നേന്ത്രപ്പഴമാണ്, നല്ല പഴ, നാടൻ പഴ, നാടൻ നേന്ത്രപ്പഴ. പഴത്തിന്റെയും പിന്നെ അതിന്റെ ഒരു അരിപ്പൊടിയാണ്. ഹെൽത്തി ഫുഡാണ്. കാരണം കാണുന്ന ഒരു 10 തിന് അതിനകത്ത് ഇത് ജസ്റ്റ് ഒരു 10 ഒരാൾക്ക് തിന്നാട്ടാ. അപ്പൊ അതൊക്കെ ഇത് ചുരുട്ടുമ്പോ ഇത്തിരി നമ്മളാ മറ്റേ സിനിമയിൽ കണ്ട പോലെ മുഖമാവുന്നു മാത്രം. അതെന്താ അറിയോ, നമ്മൾ കുഴക്കുമ്പോഴേ തന്നെ കുറച്ച് വെള്ളം കൂട്ടി ചെയ്യേണ്ടതായിരുന്നു. ടേസ്റ്റാണ്. നെക്സ്റ്റ് ആയിട്ടുണ്ടാവും. സരിത അവിടെ മണിപ്പൂട്ടുണ്ടാക്കുക. ബാക്കി കുറച്ചുണ്ട്, അപ്പൊ അതിന് പീക്കാനുള്ളതില്ല. അടുത്ത് എടുക്കാൻ പോണു. കുഴപ്പമില്ല, കൈമ പറ്റിയ തീ കുറയ്ക്ക് ചേട്ടാ. തീ കെടുത്ത് ടീസ്പൂൺ കൊണ്ട് എടുക്കട്ടാ. ജു ഇനി അടച്ചു വെക്കണ്ട, ഉണ്ട വെക്കണ്ട. ജഗുവിനൊരു നൂലപ്പം കൊടുക്കാണ് കേട്ടാ. ഇതിൽ വെച്ചോ. മണിപ്പൂട്ട് ഇതിൽ ശരിക്കും ഇനി ഏലക്കായൊക്കെ പൊടിച്ചിടാം. കുറേ സാധനങ്ങൾ ചെയ്യാം. എങ്ങനെയുണ്ട് ജഗു? ടേസ്റ്റ് ഇല്ലേ ശരിക്കും? അടിപൊളിയല്ലേ? ബെസ്റ്റ് ടേസ്റ്റാ. ഇതില് ഏലക്കായ, അണ്ടിപ്പരിപ്പ്, കുറെ സാധനം ചേർക്കാം. നല്ലൊരു ഫ്ലേവർ ആയി വന്നില്ലേ എല്ലാവരുടെയും? എന്ത് രസാ, നല്ല ടേസ്റ്റ്. ഇഷ്ടായാ? ഏറ്റവും വലിയ ഇതേപോലെ ഏറ്റവും ഗുണമുള്ള കാര്യം എന്താ വെച്ചാൽ ഇതിൽ മധുരം എന്ന് പറഞ്ഞ സാധനം ചേർക്കുന്നില്ല. അതാണ് അതിന്റെ പ്രത്യേകത. ഹെൽത്തിയാണ്. വേറെ ഒന്നുമില്ല. ആവിയിലാണ് വേവിക്കുന്നത്. എണ്ണ എന്ന് പറഞ്ഞാൽ നെയ്യാണ് നമ്മൾ ഇത് തൊടിപ്പിക്കാനായിട്ട് മാത്രം ഉപയോഗിക്കണല്ലോ. സൂപ്പർ സാധനം. ഒഴിവാക്കാം. അതിനകത്ത് വെളിച്ചെണ്ണയാക്കാം. അപ്പൊ ഒരു ഫ്ലേവർ വരും. ആ എല്ലാം വാടുന്നതും ഇതും കൂടിയിട്ടൊരു
അതാണ് നമുക്ക് ആ ഒരു ടേസ്റ്റ് നന്നാക്കി വരുന്നത്. സൂപ്പറായിട്ട് ഓഫ് ചെയ്യാം. കൈ നോക്കിയോളൂ കേട്ടോ. ആവി ആദ്യം മണിപ്പൂട്ട് ഇതിൽ വെച്ചോ. എല്ലാ അമ്മമാരും ഉണ്ടാക്കില്ല ഈ മണിപ്പൂട്ട് അവസാനം വരുന്നതേ. ചെറുപ്പത്തിൽ അമ്മയും ഉണ്ടാക്കും, നേരല്ലെങ്കിൽ അമ്മ അവസാനത്തെ. അല്ല അതങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. അത് പിന്നെ ഫുഡ് കളയാൻ പാടില്ല ഒരിക്കലും, കുറച്ചുണ്ടാക്കാൻ പാടുള്ളൂ. ഞാൻ ഒരു പ്ലേറ്റിലെടുത്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കഴിക്കും, ഒരു തരി പോലും കളയില്ല, പാടില്ല. വിനുവിൻ്റെ മനോഹരമായ ബനാന ഇടിയപ്പം. ബനാന ഇടിയപ്പം അങ്ങനെ പറയാം. നേന്ത്രപ്പഴം ഇടിയപ്പം. ഇടിയപ്പത്തിന് ഇംഗ്ലീഷിൽ പറയാ അതെനിക്കറിയില്ല കേട്ടോ. ബനാന സേമിയ. അപ്പത്തിന് ഇംഗ്ലീഷിൽ നിന്ന് പറയാ. അപ്പത്തിന് ഇംഗ്ലീഷിൽ നിന്ന് പറയാ. അപ്പം തന്നെ പറയാ. അതെ, സ്റ്റണ്ട് അപ്പം. ഇടി ഇടി. അപ്പോൾ അത് നമുക്കപ്പോൾ അവസാനിപ്പിക്കല്ലേ. അപ്പോൾ ഭയങ്കര ഇത് ഞാൻ തിന്നു, സൂപ്പർ സാധനമാണ്, വെറുതെ തിന്നാം, കളക്കാൻ സാധനം കേട്ടോ. അപ്പോൾ വിനുവിൻ്റെ കയ്യിൽ ഇനിയും ഇഷ്ടം പോലെയുണ്ട്. വിനുവിൻ്റെ നെയ്ച്ചോറും ബീഫും ഭയങ്കര ഫേമസ് ആണ്. ഒരു ചിക്കൻ ബിരിയാണി ഉണ്ട്, ഭയങ്കര ഫേമസ് ആണ്. കുറേ സാധനങ്ങളുണ്ട്. ആൾക്ക് ഒഴിവ് പോലെ നമ്മുടെ അവിടെ കൂടെ വന്നിട്ട് നമ്മുടെ അവിടെ പാട്ടും പാചകമായിട്ട് ആളാണ്. അപ്പോൾ ഈ മാസം തന്നെ പോവാണ് ആള് ദുബായിലേക്ക്. എന്നാ പോവാന്ന്? ഈ അടുത്ത മാസമായിട്ട് പോവാം. ഈ അടുത്ത മാസം പോവും. അപ്പോൾ നമ്മളത് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് വിനു വന്നതിൽ വളരെ സന്തോഷം. നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഒരെണ്ണം എനിക്ക് തരുതാ. സ്നേഹം ചേർത്തതാണ് ഇത്ര മധുരം കൂടിയത്.